ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് CSKയുടെ മിനി ഓപ്ഷനെ കുറിച്ചാണ്. അവർ വിളിച്ചെടുത്ത പ്ലേയേഴ്സ്, അവരുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11 ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലകത്ത് പരിശോധിക്കാൻ പോകുന്നത്. CSK ടീമിന്റെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ യങ്സ്റ്റേഴ്സിനെയൊക്കെ വലിയ പിടുത്തമില്ലായിരുന്നു. 2025 അവസാന ഘട്ടം വരെയും യങ്സ്റ്റേഴ്സിനെയൊക്കെ ഇവർക്ക് വലിയൊരു പിടുത്തമില്ലായിരുന്നു. 2025 നോക്കുകയാണെങ്കിൽ 10ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോഴാണ് ഇവർക്ക് യങ്സ്റ്റേഴ്സ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ടീമിൽ എന്ന് മനസ്സിലായത്. ഇവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ T20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർ പ്ലേയേഴ്സിന് പറ്റിയതാണ്, അല്ലെങ്കിൽ അല്പം ഏജ് എന്നവർക്ക് പറ്റിയതാണെന്നാണ് ഇവരുടെ ഒരു വിചാരം. പക്ഷെ 2025 പകുതിക്ക് വെച്ച് ബ്രേവിസും ഉർവേൽ പട്ടേലും ആയുഷ് മാത്രയൊക്കെ വന്നപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഇതാണ് T20. 2023 കളിച്ച ആ ഒരു സ്റ്റൈലുമായിട്ട് പോയി കഴിഞ്ഞാൽ 2024 കപ്പില്ലായിരുന്നു, 2025 വളരെ ദയനീയമായിരുന്നു. CSKയുടെ ചരിത്രത്തിൽ ഏറ്റവും ദയനീയ പ്രകടനമായിരുന്നു 2025 കാഴ്ചവെച്ചു. 2024 പോകുമ്പോഴത്തേനും അതിലും ദയനീയമാവുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷേ ആർക്കാ മിസ്റ്റേക്ക് പറ്റാത്തത്? മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി നോക്കുകയാണെങ്കിൽ 2026 മിനി ഓപ്ഷനെ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വാദം. ഏകദേശം 43.4 CR CSK ഈ മിനി ഓപ്ഷനകത്ത് വന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേന് ക്യാമറൻ ഗ്രീന്റെ പോകുന്നതായിട്ട് കണ്ടു. ഒരു 25 കോടി വരെ ശ്രമിച്ചു. അത് കഴിഞ്ഞ് മേ ബി തലയിലാവുന്ന ഒരു ഭയത്തിൽ വിട്ടിട്ട് പോയി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു CSK KKR അല്പം പണി കൊടുത്തേനെ, ഒരു 30 CR വരെ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഇൻ കേസ് തലയിൽ ഇരുന്നാലോ, ഒരു വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് ക്യാമറൻ ഗ്രീന് വേണ്ടി പോയതെന്ന് തോന്നി. വേറെ ഏതെങ്കിലും ടീം ആയിരുന്നെങ്കിൽ എങ്ങനെ ആയാലും KKRനെ കൊണ്ട് പെടുത്താൻ നോക്കിയാൽ തലയിലാണ് വെച്ച് കെട്ടിയാൽ ഇവരുടെ പ്ലാനും പദ്ധതിയൊക്കെ പൊളിയോന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് പകുതിക്ക് വെച്ചേ വിട്ടു. പിന്നെ കുറച്ച് നേരത്തേക്ക് നോക്കുകയാണെങ്കിൽ കാണികളെ കൂട്ടി മിനി ഓപ്ഷൻ കാണാൻ വന്ന ഒരു CSK മാനേജ്മെന്റിനെ കാണാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു. 43 കോടി എടുത്തുകൊണ്ട് പഴം വിഴിഞ്ഞ പോലെ അവിടെ ഇരിക്കുന്നു, ഇവരെന്തോ കാണിക്കുന്നത്, 2026 കുളവാക്കാൻ പോവാന്നോ, എന്തിനാണ് ഇത്ര പൈസ പേഴ്സിനകത്ത് വെച്ചിരിക്കുന്നത്, 10 പോയപ്പോഴത്തേന് ടാറ്റ കൊടുക്കുന്നുണ്ട്, ലിയാൻ ലിമിസ്റ്റനെ കണ്ടില്ലെന്ന് അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് മില്ലറിനെ മൈൻഡ് ചെയ്തില്ല, ജേക്കബ് ടുബി പോയി മൈൻഡ് ചെയ്തില്ല. എല്ലാവരും വിചാരിച്ച് CSK എന്താണ് ചെയ്യാൻ പോകുന്നത്? നല്ല നല്ല പ്ലേയേഴ്സ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ലിയാൻ ലിമിസ്റ്റനെ എടുക്കുമെന്ന് വിചാരിച്ചു, ഡേവിഡ് മില്ലറിന് വേണ്ടി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും പോയില്ല. അനങ്ങാതെ അവിടെ ഇരുന്നു. ഇന്ത്യയുടെ അൺക്യാപ്പ് പ്ലേയേഴ്സ് വരുന്നത് വരെ. അൺക്യാപ്പ് പ്ലേയേഴ്സ് വന്നപ്പോഴത്തേനും CSKയുടെ മാനേജ്മെന്റ് ഷടകുടഞ്ഞെണീക്കുന്നതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ പ്രാവശ്യത്തെ CSK മാനേജ്മെന്റിന്റെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. അനാവശ്യമായിട്ട് ഫോറിൻ പ്ലേയേഴ്സിന് കൊണ്ട് പൈസ കൊടുക്കത്തില്ല. അൺക്യാപ്പ് പ്ലേയേഴ്സിൽ, ഇന്ത്യയിലെ ടാലന്റ് ആയിട്ടുള്ള അൺക്യാപ്പ് പ്ലേയേഴ്സിന്റെ മേലിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല, ലോങ് ടൈം, ഒരു 2, 3, 4 വർഷത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരു പ്ലാനുമായിട്ടായിരുന്നു CSKയുടെ മാനേജ്മെന്റ് വന്നത്. അനാവശ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫോറിൻ പ്ലേയേഴ്സിന്റെ മേലിലും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കണ്ടതേ ഇല്ല. എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിനെയൊക്കെ ഇവർ ഫില്ല് ചെയ്തതായിട്ടാണ് ഇവരുടെ ഒരു ഓപ്ഷൻ കാണുമ്പോഴത്തേന് മനസ്സിലാവുന്നത്. അവർക്ക് വേണ്ട പ്ലേയേഴ്സിനെയൊക്കെ വിളിച്ചെടുത്തു. പിന്നെയും 2.4 CR ഇവരുടെ പേഴ്സിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ബാലൻസ്. ഇനി ഇവർ ടീമിലേക്ക് കൊണ്ടുവന്ന പ്ലേയേഴ്സിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് തന്നെ കാർത്തിക് ശർമ്മ 14.2 CR ടീമിലേക്ക് കൊണ്ടുവന്നത്. നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ അൺക്യാപ്പ് പ്ലേയേഴ്സിന് കിട്ടിയ ഏറ്റവും ഉയർന്ന പ്രൈസ്. കാർത്തിക് ശർമ്മ എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഇവർ ടീമിലേക്ക് കൊണ്ടുവന്നത്. കാർത്തിക് ശർമ്മയ്ക്ക് വേണ്ടി SRH പോയി അല്പം പൈസ കൂട്ടി, പക്ഷെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറേ അല്ലായിരുന്നു. ഇവരെ സ്കൗട്ട് കണ്ടുപിടിച്ച ഒരു പ്ലെയർ ആയിരുന്നു. തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ് ക്രിക്കറ്റർമാർ കാർത്തിക് ശർമ്മയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നല്ലൊരു പ്ലെയർ ആണെന്ന് മിനി ഓപ്ഷന് മുമ്പേ മനസ്സിലായിരുന്നു. CSKക്ക് വേണ്ടി ട്രയൽ എടുക്കാൻ പോയി, അവിടെ നല്ലൊരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഒരു വിക്കറ്റ് കീപ്പറാണ്. ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. എനിക്കറിയില്ല 2026 MS ധോണി എത്ര മത്സരം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നല്ല പ്രൂവ് ചെയ്ത ഒരു പ്ലെയർ. നോക്കുകയാണെങ്കിൽ 170 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ. സോ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. നാളത്തേക്കുള്ളൊരു ഓപ്ഷൻ അല്ല, ഇത് നോക്കുകയാണെങ്കിൽ ഒരു 1, 2 വർഷത്തേക്കുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് CSK സംബന്ധിച്ചിടത്തോളം. സോ ഇനി ഇൻ കേസ് 2, 3 വർഷം കൊണ്ട് പ്രൂവ് ചെയ്യുന്നില്ല എങ്കിൽ ഒഴിവാക്കിയിട്ട് മറ്റൊരു പ്ലെയറിലേക്ക് പോകാനും കഴിയും. എൻ്റെ ഒരു ടേക്ക് നോക്കുകയാണെങ്കിൽ കാർത്തിക് ശർമ്മ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ 14 കോടി അല്പം കൂടിപ്പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SRH നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇവരെ പെടുത്തിയതാണ്. ഒരു 10 കോടിക്കൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ അല്പം കൂടെ നല്ലതായിരുന്നു. പക്ഷെ CSKയുടെ മാനേജ്മെന്റിന് അവരിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇവരുടെ കളി അവർ നേരിട്ട് കണ്ടതാണ്. സോ അതുകൊണ്ട് കൈവിട്ട് കളയാൻ അവർക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. ടീമിനൊപ്പം ചേർത്തു. സോ MS ധോണി അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഒരു ബാക്കപ്പ് തന്നെയാണ് കാർത്തിക് ശർമ്മ എന്ന് പറയുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്. മറ്റൊരു പ്ലെയർ ആണ് പ്രശാന്ത് വീർ. സെയിം എമൗണ്ട് തന്നെ പ്രശാന്ത് വീറിനെ വിളിച്ചു ചേർത്തു. രവീന്ദ്ര ജഡേജ ആൾറെഡി ഇവരുടെ ടീമിൽ നിന്ന് പോയി. സോ ഇവർക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നറെ വേണം. ചെപ്പോക്കിലെ ഒരു റെഡ് സോയിൽ പിച്ചിൽ എറിയാൻ കഴിവുള്ള ഒരു സ്പിന്നർ, ഒരു 150+ എബോ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ. നോക്കുവാണെങ്കിൽ ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെന്റ് ആണെന്ന് തന്നെ പറയണം. CSKയുടെ കൂടാരത്തിലോട്ട് വരുമ്പോൾ ഒരു 2 വർഷം കൊണ്ട് എങ്ങനെയായാലും കൈ തെളിയിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ നല്ലൊരു ടാലന്റ് ഉണ്ട് പ്ലെയറിന്, നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്, നല്ലൊരു സ്പിന്നറാണ്, ഒരു ഓർത്തഡോക്സ് സ്പിന്നറാണ്. സോ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനും എന്തുകൊണ്ടും പറ്റിയൊരു പ്ലെയർ തന്നെ ആയിരിക്കും. ഒരു ഓൾറൗണ്ടറെ ഇന്ത്യൻ ടീമിന് ആവശ്യമാണ്. അക്ഷർ പട്ടേലിന് ശേഷം
അല്ലെങ്കിൽ സുന്ദറിന് ശേഷം അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിനകത്ത് ഒരു ഓൾറൗണ്ടറെ ആവശ്യമാണ്. പ്രശാന്ത് വീർ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും CSK സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റും ഇന്റർനാഷണൽ ക്രിക്കറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടെ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ല ഇന്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് വരുമ്പോൾ കളിക്കുന്നത്. പിച്ചസിനകത്ത് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇവരുടെ മേൽ കിടക്കുന്ന ഒരു പ്രൈസ് ടാഗ് 14.2 CR എന്ന് പറഞ്ഞൊരു പ്രൈസ് ടാഗ് ഇവർ ഏതെങ്കിലും രീതിയിൽ പ്രഷർ ആക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. ഋഷഭ് പന്തിനെ കൂട്ടുള്ള പ്ലെയറിനെ അത് പ്രഷറിലാക്കി, വെങ്കടേഷ് അയ്യറിനെ കൂട്ടുള്ള പ്ലെയറിനെ അത് പ്രഷറിലാക്കിയ ഒരു പ്രൈസ് ടാഗ്. സോ ആ ഒരു പ്രൈസ് ടാഗിന്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർ നല്ലൊരു പിക്ക് തന്നെയാണ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർ രണ്ടുപേരും. മറ്റൊരു പ്ലെയറാണ് രാഹുൽ ചഹാർ. 5.2 CR രാഹുൽ ചഹാറിനെ ഇവർ ടീമിലേക്ക് വിളിച്ചെടുത്തത്. രവി ബിഷ്ണോയി വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ രവി ബിഷ്ണോയ്ക്ക് വേണ്ടി വലുതായിട്ട് പോയില്ല. മേ ബി രവി ബിഷ്ണോയുടെ ലെഗ് സ്പിന്ന് നോക്കുവാണെങ്കിൽ അത്രമാത്രം എഫക്റ്റീവ് അല്ല. രവി ബിഷ്ണോയുടെ ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ ബെറ്റർ ആണ്, പക്ഷേ ലെഗ് സ്പിൻ നോക്കുവാണെങ്കിൽ അടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് രവി ബിഷ്ണോയ്. ആ സ്പീഡ് കൂട്ടി എറിയുന്ന ലെഗ് സ്പിൻ നോക്കുവാണെങ്കിൽ രവി ബിഷ്ണോയ്ക്ക് അത്രമാത്രം എഫക്റ്റീവ് അല്ല. സോ അതുകൊണ്ടായിരിക്കാം മേ ബി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെഗ് സ്പിന്നറിലോട്ട് പോയത്. രാഹുൽ ചഹാർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെഗ് സ്പിന്നറാണ്, ഗൂഗിൾ എറിയാൻ കഴിയാവുന്ന ഒരു സ്പിന്നറാണ്. ചെപ്പോക്ക് പോലെ ഒരു പിച്ചിൽ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് രാഹുൽ ചഹാർ. പക്ഷെ രാഹുൽ ചഹാർ ടീമിനകത്ത് ഇടം കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. ഇവരുടെ ഒരു സ്പിൻ ഓപ്ഷൻ അതുപോലെയാണ്. പ്രശാന്ത് വീർ എന്ന് പറഞ്ഞ ഒരു ഓൾറൗണ്ടർ ഇവരുടെ ടീമിനകത്തുണ്ട്. ആൾറെഡി നൂർ അഹമ്മദ് ഇവരുടെ ടീമിനകത്തുണ്ട്. ശ്രേയസ് ഗോപാൽ എന്ന് പറഞ്ഞൊരു ഓൾറൗണ്ടർ ഇവരുടെ ടീമിനകത്തുണ്ട്. അഖിൽ ഹുസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. സോ ഇവരുടെ പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ അല്പം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. സോ രാഹുൽ ചഹാറിന് അതിനകത്ത് ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മറ്റൊരു പ്ലെയറാണ് അഖിൽ ഹുസൈൻ. 2 CR ഇവർ ടീമിനൊപ്പം വിളിച്ചു ചേർത്തത്. നോക്കുവാണെങ്കിൽ CSKയുടെ കൂടെ മറ്റുള്ള ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ അതുകൊണ്ട് CSKക്ക് ടീമിനൊപ്പം ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ടീമിനൊപ്പം ചേർത്ത്. ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നറാണ്. പവർ പ്ലേക്കകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ്. അല്പം സ്വല്പമൊക്കെ ബാറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു പ്ലെയറാണ്. സോ അഖിൽ ഹുസൈൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. മേ ബി ചെപ്പോക്കോലെ ഒരു പിച്ചിൽ 2 ഫോറിൻ പേസ് ബോളർമാരെ ഒഴിവാക്കിയിട്ട് അഖിൽ ഹുസൈനെ ടീമിനകത്ത് ഇടാനും കഴിയും. സോ നല്ലൊരു പിക്ക് തന്നെയാണ്. 2 CR ടീമിനൊപ്പം ചേർത്തു. മറ്റൊരു പ്ലെയറാണ് മാറ്റ് ഹെൻറി. അതും 2 CR ബേസ് പ്രൈസിന് തന്നെ വിളിച്ച് ടീമിനൊപ്പം ചേർത്തു. ഞാൻ വിചാരിച്ചു മാറ്റ് ഹെൻറിക്ക് വേണ്ടി മറ്റുള്ള ടീം പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരും പോയില്ല. മാറ്റ് ഹെൻറിയുടെ നോക്കുവാണെങ്കിൽ ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ബോളർ അല്ല. പവർ പ്ലേക്കകത്ത് മനോഹരമായിട്ട് ബോൾ സീം ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ്. 2 സൈഡിലോട്ടും ബോളിന് മൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബോളറാണ്. സോ ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ എത്രമാത്രം പ്ലേയിങ് 11 റോൾ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. മറ്റൊരു പ്ലെയറാണ് ഷോട്ട്. ഏകദേശം 1.5 CR ഷോട്ടിനെ ടീമിലേക്ക് വിളിച്ചു ചേർത്തത്. പക്ഷെ ഷോട്ട് ചെപ്പോക്ക് പോലെ ഒരു സ്പിൻ പിച്ചിൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് കണ്ടറിയണം. സ്പിന്നിനെ എത്രമാത്രം കളിക്കാൻ കഴിയും, അതും ചെപ്പോക്ക് പോലെ ഒരു സ്ലോഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ സ്പിന്നിനെ എത്രമാത്രം കളിക്കാൻ കഴിയുമെന്നുള്ളത് ഷോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പ്രൈസ് ടാഗ് നോക്കുവാണെങ്കിൽ കുറവാണ്. പ്ലേയിങ് 11 എങ്ങനെ സൂട്ട് ആവും എന്നുള്ളത് കണ്ടറിയാം. മറ്റൊരു പ്ലെയറാണ് സാക് ഫോക്സ്. ന്യൂസിലാൻഡിന്റെ ഒരു ബോളറാണ്. ഒരു മീഡിയം പേസ് ബോളറാണ്. ബോൾ 2 സൈഡിലോട്ട് മൂവ് ചെയ്യാൻ കഴിയും. ഫോക്സ് നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ്. സെയിം നോക്കുവാണെങ്കിൽ മാറ്റ് ഹെൻറിക്ക് പറ്റിയ ഒരു ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. രണ്ടുപേരും ഏകദേശം സിമിലർ തന്നെയാണ്. പവർ പ്ലേ ബോളർമാരാണ്. 75 ലക്ഷത്തിനാണ് ടീമിനൊപ്പം ചേർത്തത്. മറ്റൊരു പ്ലെയറാണ് സർഫാസ് ഖാൻ. നല്ലൊരു പിക്ക് എന്ന് തന്നെ പറയണം. കാരണം ചെപ്പോക്ക് പോലെ ഒരു പിച്ചിൽ സ്പിന്നർമാർക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പിച്ചിൽ സ്വീപ്പ് ഷോട്ട്, റിവേഴ്സ് സ്വീപ്പ് ഒക്കെ കളിക്കാൻ കഴിയാവുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണ്. കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ ആരും പിക്ക് ചെയ്തില്ല. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ 2 പ്രാവശ്യം റിജക്ട് ചെയ്ത്. 3ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു CSK വിളിച്ചെടുത്തത്. CSK നോക്കുവാണെങ്കിൽ ആ കാര്യത്തിനകത്ത് സമ്മതിക്കണം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്ത് പ്രൂവ് ചെയ്യുന്നവർക്ക് ഒരുപാട് അവസരം കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ ഈ പ്രാവശ്യം സർഫാസ് ഖാൻ ഒരു അവസരം കൊടുത്തു. തീർച്ചയായിട്ടും നല്ലൊരു പിക്ക് തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാർത്തിക് ശർമ്മ വേഴ്സസ് സർഫാസ് ഖാൻ. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പ്ലേയിങ് 11 കയറിക്കൂടുന്നത്. ആരാണോ MS ധോണി ഇംപ്രസ് ചെയ്യാൻ പോകുന്നത് അവർക്ക് പ്ലേയിങ് 11 വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ. 75 ലക്ഷത്തിനാണ് സർഫാസ് ഖാനെ ടീമിനൊപ്പം വിളിച്ചു ചേർത്തത്. സോ നല്ലൊരു പിക്ക് തന്നെയാണ്. മറ്റൊരു പ്ലെയറാണ് അമൻ ഖാൻ. ഒരു ഓൾറൗണ്ടറാണ്. തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. ഈ ടീം നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിൽ സൂപ്പർ. ടോപ്പ് ഓർഡർ നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ ഉണ്ട് അവിടെ, ആയുഷ് മേത്രയുണ്ട്, അതുപോലെ തന്നെ ഋതുരാജ് ഗൈക്വാഡ് ഉണ്ട്. സോ മിഡിൽ ഓർഡറിലോട്ട് വരുവാണെങ്കിൽ ബ്രേവിസ് ഉണ്ട്, ശിവൻ ഡുബെ ഉണ്ട്, കാർത്തിക് ശർമ്മയുണ്ട്, അല്ലെങ്കിൽ സർഫാസ് ഖാൻ ഉണ്ട്. സോ മിഡിൽ ഓർഡറും ടോപ്പ് ഓർഡറും ഒക്കെ നോക്കുവാണെങ്കിൽ സൂപ്പറാണ്. ഇനി ഫിനിഷിംഗ് റോളിലോട്ട് പോവുകയാണെങ്കിൽ MS ധോണി അവിടെ ഉണ്ട്, അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയുണ്ട്, പ്രശാന്ത് വീർ ഉണ്ട്, ശിവൻ ഡുബെ ഉണ്ട്. സോ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു ഫയർ പവർ തന്നെയുണ്ട്. ഒരു 200 റൺസൊക്കെ ചേസ് ചെയ്യാനോ 200 റൺസൊക്കെ സെറ്റ് ചെയ്യാനോ ഈ ടീമിന് 2026 നോക്കുവാണെങ്കിൽ ഈസിയാണ്, സിമ്പിളാണ്. സോ ബാറ്റിംഗ് സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ ടോപ്പാണ്. പിന്നെ സ്പിന്നിലോട്ട് വരുവാണെങ്കിൽ ഇവരിൽ വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു റിഗ് സ്പിന്നർ ആയിട്ടുള്ള നൂർ അഹമ്മദ് ഉണ്ട് ഇവരുടെ കൂടെ. അതുപോലെ തന്നെ ഒരു ലെഗ് സ്പിന്നർ ആയിട്ടുള്ള രാഹുൽ ചഹാർ ടീമിനൊപ്പം വരുന്നു. ഓർത്തഡോക്സ് സ്പിന്നറായ അഖിൽ ഹുസൈൻ ഉണ്ട്, പ്രശാന്ത് വീർ ഉണ്ട്, ഒരു ഓർത്തഡോക്സ് സ്പിന്നർ. സോ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ അശ്വിന്റെയും രവീന്ദ്ര ജഡേജയുടെ ഒക്കെ വിടവ് ഒരു പരിധി വരെ ഇവർ നികത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്പിന്ന് നോക്കുവാണെങ്കിൽ ചെപ്പോക്കിന് പറ്റിയ രീതിയിലുള്ള സ്പിന്നർമാരെ ഇവർ പിക്ക് ചെയ്തിട്ടുണ്ട്.
സോ ഇവരൊരു ടീമിന് ഒരു പ്രശ്നം നോക്കുകയാണെങ്കിൽ, ഡെത്ത് ഓവറിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു പേസ് ബോളർ ഇല്ല. സ്ലോ ബോൾ, സ്ലോ ബൗൺസർ, യോക്കർ ബോൾ എറിയാൻ കഴിയാവുന്ന പേസ് ബോളർമാർ നോക്കുകയാണെങ്കിൽ ഇവരുടെ ടീമിലില്ല. മാറ്റ് ഹെൻറി നോക്കുകയാണെങ്കിൽ ഒരു പവർ പ്ലേ ബോളറാണ്. സാക് ഫോക്സിനെ ഒരു ടീമിനൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ഒരു പവർ പ്ലേക്കകത്ത് മനോഹരമായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ്. പിന്നെ ഖലീൽ അഹമ്മദ് ഉണ്ട്, നേതൻ എലൈസ് ഉണ്ട്. ഒരു നേതൻ എലൈസിന് ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു ബോളർ വേണമായിരുന്നതാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഇവരുടെ കയ്യിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗുർജ്ബനീത് സിംഗ് ഉണ്ട്, പവർ പ്ലേക്കകത്ത് പറ്റിയ ഒരു ബോളറാണ്. കമ്പോജ് ഉണ്ട്, കമ്പോജും ഡെത്ത് ഓവറിനകത്ത് അത്രമാത്രം എഫക്റ്റീവ് അല്ല. മുകേഷ് ചൗധരി നോക്കുകയാണെങ്കിൽ ഒരു പവർ പ്ലേക്കകത്ത് പറ്റിയ ഒരു ബോളറാണ്. സോ ഒരു നേതൻ എലൈസിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഖലീൽ അഹമ്മദിനെ വെച്ചിട്ട് ഇവർക്ക് ഡെത്ത് ഓവറിനെ എത്രമാത്രം പിടിച്ചു വെക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയണം. ഒന്നി കാർത്തിക് ശർമ്മയ്ക്ക് പകരം അല്ലെങ്കിൽ പ്രശാന്ത് വീറിന് പകരം ആ ഒരു ഹൈ പ്രൈസിന് ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ബോളറെ കിട്ടിയിരുന്നെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരുന്നു. സോ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് ആ ഒരു പവർ പ്ലേ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്കൊരു കൺസേൺ. ബാക്കി കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ടീം സെറ്റാണ്. ഇനി ഇവർ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് ഗ്രൗണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സഞ്ജു സാംസൺ, ആയുഷ് മാത്രെ, രുദ്രാജ് ഗൈക്വാഡ് ക്യാപ്റ്റൻ, കാർത്തിക് ശർമ്മ വിക്കറ്റ് കീപ്പർ, അല്ലെങ്കിൽ സർഫാസ് ഖാൻ. ഇവർ തമ്മിലായിരിക്കും മത്സരം. ഇവരിൽ ആര് നല്ലപോലെ ബാറ്റ് ചെയ്യുന്നോ അവരായിരിക്കും എനിക്ക് തോന്നുന്നു നമ്പർ 4 പൊസിഷനിൽ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ. കാർത്തിക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലെയർ ആണ്, നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ്. ആ ഒരു ടോപ്പ് ഓർഡർ നോക്കുവാണെങ്കിൽ ആ ഒരു ഫയർ കൊണ്ടുവരാൻ കഴിയും. സഞ്ജു സാംസൺ അല്ലെങ്കിൽ ആയുഷ് മാത്രെ, രുദ്രാജ് ഗൈക്വാഡ് ഇവരെല്ലാം തുടങ്ങി വെക്കുന്ന ആ ഒരു ഫയർ പവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ് കാർത്തിക് ശർമ്മ. സോ കാർത്തിക് ശർമ്മ വേഴ്സസ് സർഫറാസ്. ഞാൻ ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നു കാർത്തിക് ശർമ്മയ്ക്ക്. അടുത്തത് ശിവൻ ഡുബെ നമ്പർ 5. നമ്പർ 6 വരുവാണെങ്കിൽ ഡിവാൾ ബ്രേവിസ്. നമ്പർ 7 പോവുകയാണെങ്കിൽ പ്രശാന്ത് വീർ. നമ്പർ 8 ആണ് ഇനി ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. MS ധോണി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും MS ധോണിയായിട്ട് തന്നെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 8 MS ധോണി ഒരു 10 15 ബോളൊക്കെ ആയിരിക്കും കളിക്കാൻ വരിക. സോ എന്തുകൊണ്ട് നമ്പർ 8 പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് ഇപ്പോഴും. ആ ഒരു ഫിനിഷ് കൊടുക്കാൻ ധോണിക്ക് കഴിയും. സോ കളിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ കുറച്ച് മത്സരം എന്തായാലും ധോണി കളിച്ചേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്പർ 8 നോക്കുവാണെങ്കിൽ MS ധോണി. നമ്പർ 9 നോക്കുവാണെങ്കിൽ നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്. നമ്പർ 11 നോക്കുവാണെങ്കിൽ നേതൻ എലൈസ്. നമ്പർ 12 നോക്കുവാണെങ്കിൽ ഖലീൽ അഹമ്മദ്. സോ ഇതാണ് എൻ്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11. MS ധോണി അവിടെ ഇല്ലെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരും. 3 സ്പിന്നറുമായിട്ട് മേ ബി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മേ ബി രാഹുൽ ചഹാറിന് വരാം. മേ ബി ചെപ്പോക്കിൽ ഒരു പേസ് ബോളറെ കുറച്ചിട്ട് ഒരു ഫോറിൻ പ്ലേയേഴ്സിനെ കുറച്ചിട്ട് അഖിൽ ഹുസൈനെ കൊണ്ടുവരാം. ശിവൻ ഡുബൈക്ക് വേണമെങ്കിൽ അവിടെ വന്ന് ബോൾ ചെയ്യാം. 3 സ്പിന്നറുമായിട്ട് മേ ബി ചെപ്പോക്കിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അഖിൽ ഹുസൈൻ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ചാൻസ് ഉണ്ട്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ CSKയുടെ ഈ പ്രാവശ്യത്ത് നല്ലൊരു ടീമാണ്. സോ എല്ലാവരും 2024 ട്രോഫി ലോഡിംഗ് എന്നൊക്കെ പറയുന്നു. സോ കാത്തിരുന്ന് കാണാം ഈ ഒരു ടീമിനെ വെച്ചിട്ട് എന്ത് മാജിക്കാണ് തലയും കൂട്ടരും 2026 കാഴ്ചവെക്കാൻ